നമസ്കാരം, ഫിൻപെട്ടിയാണ്. ഇന്ന് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വരാം. നിങ്ങളുടെ അടുത്തല്ല, ഈ ലോണിനൊക്കെ വന്ന് നമ്മുടെ അടുത്ത് മീറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊരു കാര്യം പറയാനായിട്ടാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയത്. കാര്യം നിങ്ങളെ പോലെ ഞാനും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ലോണൊക്കെ എടുത്ത സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറ്റുന്നത് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ സിബിൽ ഇഷ്യൂ ഉണ്ട്. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട ലോണൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ക്രെഡിറ്റ് പറയും, ആ കസ്റ്റമർക്ക് ഒരു ഇൻഷുറൻസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബോസ് പറയും ഇൻഷുറൻസ് വേണം, അഡീഷണൽ പ്രോഡക്റ്റ് വേണം. കാര്യം നമ്മൾ കസ്റ്റമേഴ്സിന് റേറ്റ് ഇത്ര കൊടുത്തു, അല്ലെങ്കിൽ കസ്റ്റമർ നടക്കാത്ത കേസാണ് നമ്മൾ ഇത്ര ചെയ്ത് കൊടുത്തു, അതുകൊണ്ട് കസ്റ്റമർ കൊണ്ട് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഏകദേശം 50,000 രൂപ വരുന്നുണ്ട്, 15,000 രൂപ വരുന്നുണ്ട്, 2 ലക്ഷം രൂപ വരുന്നുണ്ട്, 3 ലക്ഷം രൂപ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, 20 ലക്ഷം രൂപ ലോൺ എടുത്ത കസ്റ്റമർക്ക് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് 18 ലക്ഷം രൂപയാണ് കസ്റ്റമർ കൊടുക്കുന്നത്. ഈ കസ്റ്റമർ സൈൻ ചെയ്യാൻ വരുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. അവന്റെ ഗതികേട് കൊണ്ട് ലോൺ എടുത്തിട്ട് അവൻ സൈൻ ചെയ്യാൻ വരുമ്പോൾ ഇത് അറിയേണ്ട, പിന്നെ അതിന്റെ പേരിൽ അത് പോകണ്ടെന്ന് പറഞ്ഞാൽ അവൻ എടുക്കും. ഓക്കെ, അതൊക്കെ ഇഷ്ടം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കസ്റ്റമർ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ചിലപ്പം വേറെ ലോൺ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ബാങ്കിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ രീതി നോക്കുമായിരിക്കും. അങ്ങനെ പോയാലും നമുക്ക് കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് പോയി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു സത്യസന്ധതയുടെ പുറത്ത് നമുക്ക് വേറെ ഒരു കേസ് വരും. ഈ ലോൺ എടുക്കാൻ വരുന്നവന് അതൊരു ബുദ്ധിമുട്ടാവില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമർ അടുത്തും ഒരു പ്രോഡക്റ്റ്, അതായത് കസ്റ്റമർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഷുറൻസ് ഉണ്ടോ, ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഉണ്ട് എന്നുള്ള മനസ്സിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ലോൺ എടുക്കുന്നപ്പോൾ ഇൻഷുറൻസ്, ഇപ്പോൾ പ്രൊട്ടക്ഷൻ, ലോൺ പ്രൊട്ടക്ഷൻ പോലുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അത് നല്ലതാണ്. നമ്മുടെ ബാധ്യതകൾ നമ്മുടെ നോമിനിക്ക് വരാതിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് വേണ്ടുള്ളവർ എടുക്കട്ടെ, വേണ്ടാത്തവർക്ക് വേറെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് ലോൺ കിട്ടിയില്ലെങ്കിൽ അവർ എടുക്കുന്നില്ല, പക്ഷെ ബാധ്യതപ്പെടുന്നില്ലല്ലോ. എല്ലാവരും സാധാരണക്കാരാണ്, നമ്മളെ എല്ലാവരും ഒരുപാടുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ വേണ്ടുള്ളവർ ഇൻഷുറൻസ് എടുക്കട്ടെ, വേണ്ട